ഇത്രയും ചെറിയ അയലയാണോ അച്ഛാ കിട്ടിയത്? ഇതിന് തേങ്ങ അരച്ച് വെക്കാനേ കൊള്ളത്തുള്ളൂ. അവിടെ ഇതേ ഉള്ളായിരുന്നു. അപ്പം അങ്ങ് തേങ്ങ അരച്ച് വെച്ചേക്കാം. ഞാൻ കഷ്ണിച്ച് കേട്ടോ, ചെറിയ അയലയായിരുന്നേ. പിന്നെ പച്ചമുളക് ഇടുവാണേ. കണ്ടു പഠിച്ചോണം. ഭയങ്കര നിർബന്ധമാണ്, ഭയങ്കര നിർബന്ധമാണ്. ഇപ്പം 1 കിലോ കപ്പയും മേടിച്ചോണ്ടാണ് വന്നേ. അപ്പോൾ ആ കപ്പ ഇപ്പം പുഴുങ്ങണം. മണി 12:30 കഴിഞ്ഞു. എന്നിട്ട് ഇപ്പം പുഴുങ്ങണം. മഞ്ഞൾ പൊടിയേ. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ അന്നേ വെക്കുന്നത്? ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. ഇതെല്ലാം എങ്ങനെയാ വെക്കുന്നത് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. തേങ്ങ അരച്ച് വെക്കുക. അച്ഛന് മുളക് കൂട്ടാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞു? അതെ. അപ്പം അതിനാവശ്യത്തിന് ഇച്ചിരി ഉപ്പ് കിട്ടും. ഇപ്പോൾ കുറച്ച് ഇടണേ, ഇത്തിരി ആവരുത്. കറിവേപ്പില ഇട്ടു, അതിന് കുഴപ്പമൊന്നുമില്ല. മാങ്ങ ഇട്ടു. അപ്പം പുളി വേണ്ടല്ലേ? പുളി വേണ്ട, മാങ്ങ ഇട്ട് വെക്കും. മുളക് ചേർക്കാൻ പോവാമോ? ശകലം ചേർക്കുക, ഇച്ചിരി വേണം. ആ 3 പച്ചമുളകിന്റെ എരിവല്ലേ ഉള്ളൂ. അപ്പോൾ ശകലം മുളക് പൊടി ഇടുന്നു. മല്ലിപ്പൊടി ഇടുന്നില്ല കേട്ടോ. മല്ലിപ്പൊടി ഇടാതെ തേങ്ങ അരച്ച് കറി വെച്ച് തരാം. ആഗ്രഹമല്ലേ, ഇനി അത് ചെയ്തില്ലെങ്കിൽ. കപ്പ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതുകൂടെ അങ്ങ് ശരിയാക്കണം. കപ്പയും മീൻകറിയും കൂടെ കഴിക്കാനൊരു മോഹം. ശകലം ഉലുവപ്പൊടി ഇട്ടേ. ഇത്ര ഇട്ടിട്ട് നമ്മളിതൊന്ന് ഇളക്കി ഇതിനകത്തോട്ട് ശകലം വെള്ളം ഒഴിച്ചൊന്ന് പുരട്ടണം. ഇങ്ങനെ താളിച്ച് വെക്കുന്നവരും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ 2 ചുമന്നുള്ളിയും കൂടെ അരച്ചാൽ മതി. ഒരു കുഞ്ഞല്ലി വെളുത്തുള്ളിയും കൂടെ അരച്ച് അന്നേരം തേങ്ങയും കൂടെ അരച്ച് ഒഴിക്കുമ്പോൾ തേങ്ങ അരച്ച് ചേർക്കണം. അപ്പോഴത്തേന് ഇത് കത്തിച്ച് മീൻ വേകട്ടെ. ഇത് മീൻ വെന്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് തേങ്ങ അരച്ചുകൊണ്ട് വരാം. ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് തേങ്ങാപ്പാൽ അരച്ചൊഴിച്ചേ. കറി തേങ്ങ അരച്ച് കഴിച്ച് കഴിഞ്ഞ് ഒത്തിരി കറി ചൂടാകരുത് കേട്ടോ. ഇനി ഇതിനകത്ത് എന്നാ ചെയ്യണമെന്നറിയാമോ? ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഇതിനകത്ത് നമ്മൾ എണ്ണ അടുപ്പിൽ ചീനിച്ചട്ടി, നമ്മൾ കടുക് പൊട്ടിക്കുന്ന ചീനിച്ചട്ടി വെച്ച് എണ്ണ അടുപ്പിൽ ഒഴിച്ച് ഒരു ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞ് 2 ഉണക്കമുളക് മുറിച്ചിട്ട് കടുകൊക്കെ പൊട്ടിച്ച് ഈ കറിയുടെ മേലോട്ട് ഒഴിക്കും. അത്രയേ ഉള്ളൂ. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. തേങ്ങ അരച്ച അയലക്കറി റെഡി. എൻ്റെ കപ്പ പുഴുങ്ങാൻ എളുപ്പം വെച്ചു. മീൻകറിക്ക് കടുക് വറുത്തു. ഉണക്കമുളക്, കറിവേപ്പില, ചുമന്നുള്ളി എല്ലാം അരിഞ്ഞിട്ടിട്ട് കടുക് വറുത്തൊഴിച്ചു. കപ്പ പുഴുങ്ങിയത് റെഡി. തേങ്ങ അരച്ച അയലക്കറി റെഡി. ചോറ് കഴിക്കുന്ന ആളും റെഡി. നിർബന്ധമാണ്, ഭയങ്കര നിർബന്ധമാണ്. എനിക്ക് ഇന്ന ആഹാരം ഇപ്പം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി മതി. കണ്ടോ, ഇത്ര ചോറ് മതി. ഇപ്പം കൊണ്ടുവന്നുള്ളൂ. ഇപ്പം തന്നെ പുഴുങ്ങി കൊടുത്തു. മനുഷ്യൻ്റെ കാര്യമല്ലേ, ആഗ്രഹങ്ങളൊന്നും ബാക്കി വെക്കില്ലെന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ആഹാരത്തിൻ്റെ കാര്യത്തിൽ അതെനിക്ക് നിർബന്ധമാണ്. ചോദിച്ചാൽ ഉടനെ അതങ്ങ് ചെയ്തു കൊടുക്കും. ഉണ്ടോ, പുഴുങ്ങിയ കപ്പ, തേങ്ങ അരച്ച അയലക്കറി, മോര് കറി, എൻ്റെ മാങ്ങ, കാന്താരി മാങ്ങ പ്ലസ് അച്ചാറെന്ന് വെച്ചാൽ കൂട്ടത്തില്ല കേട്ടോ. ഒക്കെ ഞങ്ങൾ കഴിക്കട്ടെ. സൂപ്പർ പുട്ട് പോലുള്ള കപ്പ. അതെ, പുഴുങ്ങിയുള്ള കപ്പ.